ഓടിക്കാൻ എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നു. നിനക്ക് എന്ത് ഐഡിയ ആണ് തോന്നുന്നത്? വിജയിക്കുമെന്ന് വല്ല ഉറപ്പുമുള്ള ഐഡിയയാണോ, അതല്ല വല്ല കൂതറയുമാണോ? അമ്മേ, ഈ ഐഡിയ ഉപയോഗിച്ചാൽ എന്തായാലും നമ്മൾ വിജയിക്കും. എന്നാ നീ പറ, എന്താണ് ആ ഐഡിയ? മതി, ഇത് മതി. നീ എന്റെ മകൾ തന്നെ. അമ്മയുടേതല്ലാതെ ഞാൻ പിന്നെ വേറെ ആരുടെ മകളാ? മോളെ മായ, നമ്മൾ ഈ പ്ലാൻ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതമ്മ പറഞ്ഞ ശരിയാണ്. പിടിക്കപ്പെട്ടാൽ നമ്മൾ കുടുങ്ങും. അങ്ങനെ കുടുങ്ങാൻ വേണ്ടിയല്ലോ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് റിസ്ക് എടുത്തും ആ സ്നേഹയെയും അമ്മയെയും ഇവിടെ ഓടിച്ചേ പറ്റൂ. ഈ കോടാനം കോടി സ്വത്തുക്കൾ നമ്മുടെ കയ്യിലെത്തുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ കരുക്കളും നീക്കാൻ. അത് ശരിയാണ് നീ പറഞ്ഞത്. എന്റെ ആങ്ങളയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കിഷോർ പറഞ്ഞാൽ ചിലപ്പോൾ ആങ്ങളയുടെ മനസ്സിനും ചാഞ്ചാട്ടം വരും. അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. കിഷോർ എന്റേത് മാത്രമാണ്. അമ്മ വിചാരിക്കും അവനോടുള്ള പ്രിയം കൊണ്ടാണെന്ന്. എനിക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ റാണിയായി തന്നെ ജീവിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ അടിമപ്പണിയെടുത്തൊന്നും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇല്ല മോളെ, നീ അങ്ങനെയൊന്നും ജീവിക്കേണ്ട വരില്ല. നിനക്ക് റാണിയായി തന്നെ ജീവിക്കാം. ഈ കോടാനും കോടി സ്വത്തുക്കൾ മുഴുവനും നിന്റെ കൈക്കുള്ളിൽ അമ്മ കൊണ്ടുവന്നു തരും. ഈ വീടിന്റെ അധികാരം ഒന്ന് കിട്ടട്ടെ എനിക്ക്, എന്നിട്ട് വേണം എനിക്ക് പലരോടും കണക്ക് തീർക്കാൻ. നിന്റെ ഈ ആഗ്രഹമൊക്കെ സാധിക്കാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. എന്നാ ചെല്ലെന്റെ അമ്മ. കവിതാം ഇപ്പോൾ റൂമിലാണുള്ളത്. അമ്മ ചെല്ലി, അവളെയും കൂട്ടി വാ. ഞാൻ അവളെ ഇങ്ങ് പറഞ്ഞേക്കാം, നീ താഴേക്ക് ചെല്ലി. എടീ സ്നേഹ, ഇവളെവിടുത്തും. സ്നേഹ, ഞാനിതാ വരുന്നു. നിന്നോട് ഞാൻ എത്ര സമയമായി എനിക്കൊരു കോഫിക്ക് പറഞ്ഞിട്ട്? അതെങ്ങനെയാ അമ്മേ, അവൾക്ക് 100 കൂട്ടം ജോലിയുള്ളതല്ലേ. അത് മേഡം, ഗ്യാസ് തീർന്നിരുന്നു, ഭാസ്കരേട്ടനില്ലായിരുന്നു, അതാ ഇത്ര ലേറ്റ് ആയത്. എന്നാൽ ഇങ്ങ് കൊണ്ട കോഫി. ഇതെത്തു പറ്റി അമ്മയ്ക്ക്? അവളോടൊന്നും പറയുന്നില്ലല്ലോ. കോഫി ഞാൻ കുടിച്ചോളാം. നീ മായയുടെ റൂം പോയെന്ന് ക്ലീൻ ചെയ്യൂ. ശരിയാ, റൂമിൽ മുഴുവൻ പൊടിയാ. ശരി, ഞാൻ ക്ലീൻ ചെയ്തോളാം. എന്നാൽ നീ ചെല്ലി. നല്ല കോഫിയാണെന്ന് തോന്നുന്നു. മേഡം ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. ഇതെന്തു പറ്റി അമ്മയ്ക്ക്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. താങ്ക് യു മേഡം. അമ്മയ്ക്ക് എന്തു പറ്റി? എനിക്കെന്തു പറ്റാൻ? അല്ല, അമ്മ ഒരിക്കലും ഇല്ലാത്തതുപോലെ അവളോട് എന്തെങ്കിലും മയത്തിൽ സംസാരിക്കുന്നത്. ഓ അതോ? അതിനൊരു കാരണമുണ്ട്. കാരണമോ? എന്ത് കാരണം? എടി മോളെ, അവളോട് നമ്മളിപ്പോൾ ദേഷ്യത്തിൽ സംസാരിച്ചാൽ അവൾ വിചാരിക്കില്ലേ നമ്മൾ അറിഞ്ഞും കൊണ്ട് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണെന്ന്? അതമ്മ പറഞ്ഞ ശരിയാണ്. അവളുണ്ട്, വരുന്നു. സ്നേഹ, എന്റെ കട്ടിന്റെ അടിയിലൊക്കെ നല്ലോണം ഉണ്ട് പൊടി. ഞാനൊക്കെ ക്ലീൻ ചെയ്തോളാം. യെസ്. പാവം, അറിയില്ലല്ലോ അവൾക്കുള്ള പണിക്കാണ് അവൾ പോകുന്നതെന്ന്. ഈ പ്ലാനിൽ നമ്മൾ എന്തായാലും വിജയിച്ചിരിക്കും മായേ. വിജയിച്ചിരിക്കുമെന്നല്ല, വിജയിച്ചിരിക്കണം. നീ എന്നാൽ ചെല്ലി, അടുത്ത പണി തുടങ്ങിക്കോ. അമ്മേ, ഞാൻ ചെയ്തോളാം. അങ്ങനെ അവളുടെയും അവളുടെ അമ്മയുടെയും കാര്യത്തിനൊരു തീരുമാനമായി. മൊത്തം പൊടിയാണല്ലോ. പ്രഭാപതി, ഏട്ടത്തി എഴുന്നേറ്റോ? എഴുന്നേറ്റു. എന്നോടൊന്ന് മയങ്ങിപ്പോയി. അത് യാത്രാക്ഷീണം കൊണ്ടായിരിക്കും. അതിന് എന്റെ വീട്ടിലേക്ക് അത്രയും ദൂരമൊന്നുമില്ലല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലല്ലേ. അത് നീ പറഞ്ഞ ശരിയാ. മേഡം, ഞാൻ എവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. സ്നേഹ, നീ എവിടെ ക്ലീൻ ആക്കിയ കാര്യമാ പറയുന്നത്? അത് പിന്നെ ഏട്ടത്തി, മായയുടെ റൂം ഫുള്ള് പൊടിയായിരുന്നു, അതൊന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞതാ. ഓ, അതിന്റെ കാര്യമായിരുന്നോ? ഏട്ടത്തി, നേരത്തെ പോയ കിഷോർ ഇതുവരെ എത്തിയില്ലേ? ഇല്ല, എത്തിയില്ല. അതെന്ത് പറ്റി? ഇത്രയും ലേറ്റ് ആവുന്നത് എന്താ? അവൻ ആകാശിന്റെ അടുത്ത് പോയതല്ലേ, കുറച്ച് കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പറഞ്ഞ് നാവെടുത്തില്ലല്ലോ. അവൻ വന്നു എന്നാ തോന്നുന്നത്. ശരിയാ, കോളിംഗ് ബെല്ല് കേട്ടു. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ആരുമല്ല കോളിംഗ് ബെല്ല് അടിച്ചത്, ഞാനാ. അയ്യോ, ഇതാരിത്? പ്രബേട്ടനോ? അല്ല, ഏട്ടൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതിന് ഞാൻ ഡേറ്റ് പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ, ഞാൻ വരുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രബേട്ട, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ പരമസുഖമായിരുന്നു. അല്ല, നമ്മുടെ മകനെവിടെ? അവൻ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയിട്ടാ ഉള്ളത്. അഞ്ജലി വരുന്നതൊന്നും പറഞ്ഞില്ലേ? അവള് വരും. അല്ല പ്രഭാവതി, മായ ഇവിടെ ഇല്ലേ? ഉണ്ടുണ്ട്, അവൾ ഇവിടെ തന്നെയുണ്ട്. മോളെ മായേ. കവിതേ, ഈ സൂട്ട് കേസ് റൂമിൽ കൊണ്ടുപോയി വെക്ക്. പ്രബേട്ട, ഇവൾ എവിടെ പോയി? മായേ. പ്രഭാവതി, നിന്റെ മോനും മരുമകളും അടുത്ത ആഴ്ച വരുന്നുണ്ട്. അവൻ എവിടെ? ഏട്ടന്റെ അടുത്തായത് കൊണ്ടാ എനിക്കിവിടെ സമാധാനത്തിൽ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിലും അവൻ ഇപ്പോൾ വരേണ്ടതല്ലേ, കല്യാണമൊക്കെ വരുന്നതല്ലേ. ഞാൻ കിഷോറുമായി സംസാരിക്കട്ടെ. അമ്മേ, അമ്മ വിളിച്ചിരുന്നോ? മോളെ വിളിച്ചിരുന്നു. ഇതാരാ വന്നതെന്ന് കാണുന്നുണ്ടോ? അയ്യോ, ഇതെപ്പോ വന്നു മാമൻ?
ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ഇവൾക്ക് 100 നാവ ഏട്ടന്റെ കാര്യം പറയുമ്പോൾ. അത് പിന്നെ ഇല്ലാതിരിക്കുമോ? അല്ല, നമ്മുടെ ശോഭേച്ചിയും മകളും ഇവിടെ ഇല്ല ഇപ്പോൾ. അവരിവിടെ തന്നെയുണ്ട്. അല്ല പ്രഭാവതി, നിനക്ക് അവരോടുള്ള അസൂയ ഇതുവരെ മാറിയില്ലേ? ഓ, എനിക്കെന്താ അസൂയ? മായേ, നിനക്കോ? എനിക്ക് അസൂയൊന്നുമില്ല. ആ, എനിക്ക് നിന്റെ വർത്തമാനത്തിൽ തന്നെ മനസ്സിലായി. ആരോ വന്നിട്ടുണ്ട്. ഈ അമ്മക്കുട്ടി എവിടെ? അമ്മേ. അല്ല, അച്ഛൻ എപ്പോ എത്തി? ഞാൻ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ആണോ? അല്ല, അച്ഛൻ എങ്ങനെയാ വന്നത്? എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ വന്ന് കൂട്ടുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ, ഞാനൊരു ടാക്സിയിൽ ഇങ്ങ് പോന്നു. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അച്ഛാ? നന്നായിരുന്നു. അല്ല കിച്ചു, നീ എന്താ ഇത്ര ലേറ്റ് ആയത്? അതെന്താ, എനിക്ക് ലേറ്റ് ആയി വന്നുകൂടെ? അങ്ങനെ ചോദിച്ചതല്ല കിച്ചു, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ചോദിച്ചത് അവൾ. സ്നേഹക്കൂടുതൽ? എന്താ, എന്തു പറ്റി മോനെ? ഏയ്, ഒന്നുമില്ല അച്ഛാ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. ആ, എന്നാ ചെല്ലു മോൻ. എന്താ പ്രഭേ, അവനിക്ക് മായയോട് ഇത്ര ദേഷ്യം? ഇവർ തമ്മിൽ വഴക്കിട്ടോ? ഏയ്, ദേഷ്യമോ? എന്ത് ദേഷ്യം? ഒരു ദേഷ്യവുമില്ല. അതൊക്കെ ഏട്ടന് വെറുതെ തോന്നുന്നതാ. ഏട്ടൻ ചെല്ല്, ഒന്ന് ഫ്രഷ് ആവു പോയിട്ട്. നല്ല ടയേർഡായിട്ടാ ഉള്ളത്. എടി മായ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ? എന്ത് കാര്യമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? നീ ഏട്ടന്റെ മുന്നിൽ നിന്ന് കിഷോറിനോട് ഇങ്ങനെ കൽപ്പിക്കാൻ നിൽക്കരുത്. അതിന് ഞാൻ അവനോട് കൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, നീ അവനോട് കൽപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നീ അവനെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് അവനോട് ചോദിച്ചത്. പിന്നെ അവൻ എന്താ ഇത്ര ലേറ്റ് ആയത്? അതറിയണ്ടേ? എടി പൊട്ടി, അതൊക്കെ നീ കല്യാണത്തിന് ശേഷം അന്വേഷിച്ചാൽ മതി. അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ ആപത്താവും. അമ്മ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ചോദ്യവും അവന്റെ മറുപടിയും കണ്ടേ ഏട്ടന്റെ മുഖഭാവം മാറിയത് നീ ശ്രദ്ധിച്ചോ? അവന് ഇഷ്ടമില്ലാത്തതൊന്നും ഏട്ടൻ ചെയ്യില്ല. നിന്റെ ഇങ്ങനെയുള്ള ഓരോ ചോദ്യം കാരണം അവനായിട്ട് നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പുത്തൻ പാലസിൽ നിന്നും കെട്ടും കെട്ടി ഇറങ്ങാം. അയ്യോ അമ്മേ, ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല. നീ ചിന്തിക്കണം. ഓരോ കരുക്കൾ നീക്കുമ്പോഴും ശ്രദ്ധയോടെ വേണം നീക്കാൻ. അതുമാത്രമല്ല, നമുക്ക് ഭീഷണിയായി ഒരാളും കൂടി വരുന്നുണ്ട്. വരുന്നുണ്ടെന്നോ? ആരാ അമ്മേ? അഞ്ജലി. ഓ, അവളോ? അവളോ എന്നും ചോദിച്ച് നീ പുച്ഛിച്ച് തള്ളണ്ട. ഈ സ്വത്തിന്റെയൊക്കെ പകുതി അവകാശം അവൾക്കും കുട്ടിക്കുമുള്ളതാ. അവരൊക്കെ അങ്ങ് വിദേശത്തുള്ള സമയത്ത് തന്നെ നിന്റെ കല്യാണം നടത്തണമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് വേണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കള്ളപ്രമാണം ഉണ്ടാക്കി ഈ സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലേക്കാക്കാൻ. ഇതിന്റെയൊക്കെ പ്രമാണം എഴുതാൻ ചന്ദ്രൻ വക്കീലിന് കൊടുക്കുക വരെ ചെയ്തു. ആ സമയത്താണ് അവളുടെ വരവ്. ഇല്ല അമ്മേ, അവൾ ഇങ്ങ് നാട്ടിൽ കാല് കുത്തില്ല. കുത്തരുത്, കുത്തിയാൽ തീരുമെല്ലാം. ആ ദക്ഷണം കെട്ട കുട്ടിക്കാണ് പകുതി അവകാശവും വരിക. അവളും അവളുടെ കുട്ടിയും ഈ നാട്ടിൽ കാല് കുത്തിയാൽ ആ നിമിഷം എന്റെ വാടക ഗുണ്ടകൾ അവളെ തീർത്തിരിക്കും. അതിനുള്ള ആൾക്കാരൊക്കെ എന്റെ വക്കലുണ്ടമ്മേ. അതുകൊണ്ട് അമ്മ ഒന്നും ബേജാറാവേണ്ട. ശരി, നമ്മുടെ ശത്രുക്കൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാ. അല്ല, സ്നേഹക്കിട്ട് വെക്കാൻ വെച്ച പണി എന്തായി? അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ ഒരു പക്ഷേ? മാമൻ വന്നത് കൊണ്ട് ഇനി നടക്കുമോ എന്നറിയില്ല. അത് നീ പറഞ്ഞ ശരിയാ. എന്നാലും നമുക്ക് നോക്കാം. എടി മായ. അയ്യോ മാമൻ. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നിന്റെ മോനും മരുമകളും എവിടെ പോയി? സ്നേഹയും കിഷോറുമോ? പിന്നെ അവരല്ലാതെ വേറെ ആരാ നിന്റെ മോനും മരുമകളും? എന്റെ പ്രഭേട്ട, അവരുടെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, അവരതാ അവിടുന്ന് ആഘോഷിക്കുന്നു. ആഘോഷിക്കുന്നെന്നോ? എന്നിട്ട് അവരെവിടെ? അതാ അങ്ങോട്ട് നോക്ക്. അവിടെ ഉണ്ടായിരുന്നോ അവര്? അല്ല കവിതേ, നമുക്കും ആഘോഷിക്കണ്ടേ? ഈ പ്രഭേട്ടന്റെ ഒരു കാര്യം. എടി സ്നേഹ, നീ അങ്ങോട്ട് നോക്ക്. നമ്മൾ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് അവര് നന്നായി ക്രിസ്മസ് ആഘോഷിക്കുന്നല്ലേ? വാടി, നമുക്ക് വിട്ടുകൊടുക്കരുത്. അവളുടെ ഒരു നാണം കണ്ടില്ലേ? കണ്ടു. ഞങ്ങളെല്ലാം കണ്ടു. അയ്യേ, നിങ്ങൾ എന്തു കണ്ടു എന്ന് പറയുന്നത്? നിങ്ങളുടെ രണ്ടുപേരുടെയും കൊഞ്ചലും മയങ്ങലും. ഈ പിള്ളേരുടെ ഒരു കാര്യം. എന്നാ 2 ഇണക്കിളിമാരും കൈനീട്ടിയേ. അതെ, പെട്ടെന്ന് നീട്ടു. കൈനീട്ടാനോ? എന്തിനാ? അതൊക്കെ പറയാം, നിങ്ങൾ കൈനീട്ട്. എന്നാ ഇതാ രണ്ടുപേരും കൂടി പിടിച്ച ഞങ്ങളുടെ ക്രിസ്മസ് സമ്മാനം. താങ്ക് യു. അല്ല പ്രഭേട്ട, ഇത്ര നല്ല മക്കളെ കിട്ടാൻ നമ്മൾ എന്ത് പുണ്യമാ ചെയ്തത്? അത് നീ പറഞ്ഞ ശരിയാ. കിച്ചു, അങ്ങോട്ട് നോക്ക്. അപ്പൂപ്പൻ ഇങ്ങോട്ടാ വരുന്നത്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പുത്രവത്സന്മാരെ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവട്ടെ.
നിങ്ങളുടെ ഈ മരുമകൾ എന്നും വീടിന് വിളക്കായി നിൽക്കും. ഇവൾ നിങ്ങളുടെ ഭാഗ്യമാണ്. അതെ അതെ, ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണിവൾ. ഇവൾ ഇവിടുത്തെ മരുമകളല്ല, ഞങ്ങളുടെ മകളാണ്, മകൾ. എന്നും നിങ്ങൾക്ക് ഈ സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ. ഇന്ന് എന്റെ ഒരു ചെറിയ സമ്മാനം. വാങ്ങിക്കോളൂ മോളെ, മോളാ ഇത് വാങ്ങേണ്ടത്. അതെ അതെ, വാങ്ങിക്കോളൂ. നീ എന്തിനാ എന്നെ നോക്കുന്നത്? നീ വാങ്ങിക്കോളൂ. താങ്ക്സ് അപ്പൂപ്പ. നന്നായി വരും. മോനെ കിച്ചു. ആ അമ്മേ, ഞാനിവിടെയുണ്ട്. ഓ, സ്വപ്നമായിരുന്നു. അടുത്ത കൊല്ലത്തെ ക്രിസ്മസിനെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? നിന്നെ എനിക്ക് തൊട്ടടുത്ത് കിട്ടിയിട്ടും നിന്നെ പരിചയപ്പെടാനോ നീ ആരാണെന്ന് അന്വേഷിക്കാനോ എനിക്ക് പറ്റിയില്ലല്ലോ. നിന്റെ ഓർമ്മയ്ക്കായി തന്നതാണോ ദൈവം ഈ മോതിരം? കിച്ചു, നീ എന്താ ഇവിടുന്ന് ആക്കുന്നത്? ഞാൻ എത്ര സമയമായി വിളിക്കുന്നു. അതെന്താ നിന്റെ കയ്യിൽ? നീ എന്താ ഒളിപ്പിച്ചു വെക്കുന്നത്? കയ്യിലൊന്നുമില്ല. പിന്നെന്താ നീ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത്? ഇതാ നോക്ക്, ഒന്നുമില്ലല്ലോ. ഞാൻ വിചാരിച്ച എന്തോ ഉണ്ടെന്ന്. രക്ഷപ്പെട്ടു, കണ്ടില്ല. എന്താ അമ്മക്കുട്ടി? അമ്മക്കുട്ടി എന്തിനാ വന്നത്? ഓ ഞാനോ? നീ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വന്നതാ. അല്ല, അച്ഛനെവിടെ? നല്ല യാത്രാക്ഷീണമുള്ളത് കൊണ്ട് അച്ഛൻ കിടന്നുറങ്ങുകയാ. നീ ഭക്ഷണമൊന്നും കഴിക്കാതെയല്ലേ പോയത്? നിനക്കൊന്നും കഴിക്കാൻ വേണ്ടേ? ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചമ്മേ, ഇനിയൊന്നും വേണ്ട. അമ്മക്കുട്ടീന്റെ മുഖം നല്ല തെളിച്ചത്തിലാന്നല്ലോ. അച്ഛൻ വന്ന കൊശുവാണോ? ഒന്ന് പോടാ. അല്ലെങ്കിലും നീ എപ്പോഴാ എന്റെ മുഖം ഇരുടായി കണ്ടത്? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്റെ അമ്മക്കുട്ടിയുടെ മുഖം എപ്പോഴും പൂർണ്ണചന്ദ്രൻ പോലെയല്ലേ? പൂർണ്ണചന്ദ്രൻ പോലെ. മതി മതി സോപ്പിട്ടത്. നിനക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. അത് പിന്നെ. അല്ല, നിനക്ക് എന്തു കാര്യമാ സാധിക്കാനുള്ളത്? ഞാൻ നോക്കട്ടെ. അതൊക്കെയുണ്ട് അമ്മക്കുട്ടി, പക്ഷെ ഞാനിപ്പോൾ പറയില്ല. പിന്നെ എപ്പോഴാ പറയുക? അതിന്റെ സമയമാവുമ്പോൾ ഞാൻ പറയും. അന്നേരം 2 കൈയും നീട്ടി സ്വീകരിച്ചാൽ മതി. സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ പിന്നെ. ഇത് അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാ. ആ, നീ എന്നാൽ അവസരം വരുമ്പോൾ പറ, നമുക്ക് നോക്കാം. അച്ഛൻ ഇപ്പോൾ എഴുന്നേൽക്കും. എന്നാൽ ഞാൻ താഴെ ചെല്ലട്ടെ. അമ്മ പോയി വാ. ആദ്യം നിന്നെ ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് പറയാം അമ്മയോട്. മനസ്സിലായോ നിനക്ക്? നിന്നെ ഞാനിപ്പോൾ എവിടെയാ വെക്കുക? എവിടെയാ ഒരു സ്ഥലം? ചോറിനോട് സംസാരിച്ചിരുന്നോ? പ്രബേട്ടൻ എന്ത് സംസാരിച്ച കാര്യമാ ചോദിക്കുന്നത്? അത് പിന്നെ അവന്റെയും മായയുടെയും കാര്യം. ഇല്ല, ഞാൻ സംസാരിച്ചില്ല. എന്റെ അച്ഛനിക്കും അമ്മയ്ക്കും മരണക്കിടക്കയിൽ നിന്നും കൊടുത്ത വാക്കാണ്, അതെനിക്ക് പാലിക്കണം. അതൊക്കെ ശരിയാണ് പ്രബേട്ട, പക്ഷേ. എന്താ കവിതേ ഒരു പക്ഷേ? അത് പിന്നെ അവര് രണ്ടുപേരും എപ്പോഴും കീരിയും പാമ്പും പോലെയാ. അതുകൊണ്ട് കിഷോർ സമ്മതിക്കുമോ എന്ന്. മതി, നിർത്ത്. അതല്ല പ്രബേട്ട. വേണ്ട, നീ ഒരു അക്ഷരം പറയണ്ട ഇനി. എനിക്ക് എന്റെ അച്ഛനിക്കും അമ്മയ്ക്കും കൊടുത്ത വാക്ക് പാലിക്കണം. അതല്ല പ്രബേട്ട ഞാൻ പറഞ്ഞു വന്നത്. വേണ്ട, നീ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കാൻ നോക്കണ്ട. പ്രബേട്ടനും കിഷോറിനും ഇഷ്ടമാണെങ്കിൽ പിന്നെ എനിക്കെന്താ എതിർപ്പ്? നീ പോയി അവനോട് ഈ കാര്യം പറ. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പറയാം. അതിന് ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലല്ലോ പ്രബേട്ട. നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ വിവാഹം മാത്രമേ നടക്കൂ. എടി, നീ എന്റെ ഭാഗം നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. പ്രബേട്ട, പ്രബേട്ടന്റെ ഉള്ളിലുള്ള വിഷമം എനിക്ക് മനസ്സിലാവും. നീ എന്നാൽ ചെല്ല്, അവനോട് പോയിട്ട് കാര്യം പറ. മോനെ കിച്ചു. എന്താ എന്താ അമ്മേ? അത് പിന്നെ അമ്മ മോനോടൊരു കാര്യം പറയാൻ വന്നതാ. എന്താ? എന്തു പറ്റിയമ്മേ? അത് നിന്റെയും മായയുടെയും. മതി, എനിക്ക് കേൾക്കണ്ട. അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛന്റെ വരവിന്റെ ഉദ്ദേശം അതിനാണെന്ന് എനിക്ക് തോന്നി. മോനെ കിച്ചു, നീ ഇങ്ങനെയൊന്നും പറയല്ല. അമ്മേ, പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? അതല്ല മോനെ, നിന്റെ അച്ഛൻ. ആ പാവത്തിന്റെ മനസ്സ് നീ വിഷമിപ്പിക്കരുത്. അമ്മ എന്തു പറഞ്ഞിട്ട് എന്താ വേണ്ടു? എനിക്ക് മായ ഇഷ്ടമല്ല, എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. നീ എന്താ പറഞ്ഞത്? വേറൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നോ? ഏതാ ആ പെൺകുട്ടി? അത് പിന്നെ അവൾ ഏതാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഊരും പേരും അറിയാത്തവളെയാണ് നീ സ്നേഹിക്കുന്നത്? ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് അവളുടെ ഊരും പേരും നോക്കിയാണോ? പിന്നെ ആരാ ഏതാണെന്ന് തിരിയാതെയാണോ സ്നേഹിക്കുന്നത്? ഈ നിന്റെ മനസ്സിൽ വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. നിന്റെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ. അമ്മ എന്ത് പറഞ്ഞിട്ട് എന്താ വേണ്ടു? എന്റെ ജീവിതത്തിൽ ഒരു വിവാഹമുണ്ടെങ്കിൽ അത് അവളുമായി മാത്രമായിരിക്കും. മോനെ കിച്ചു. വേണ്ട, ഒന്നും പറയണ്ട. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. നിന്റെ അച്ഛൻ നിന്റെയും മായയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാ. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുത്ത വാക്കാണത്. അദ്ദേഹം മറ്റുള്ളവരുടെ മുന്നിൽ അവഗണിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് അച്ഛനോട് ഞാൻ പറഞ്ഞോ വാക്കു കൊടുക്കാൻ? മോനെ കിച്ചു, നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്ക്. ആട്ടെ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നീ എങ്ങനെയാണ് കണ്ടത്? അത് ഞാൻ കോളേജിൽ നിന്നും കണ്ടതാ. അവൾ അവിടെ പഠിക്കുകയാണോ? അതൊന്നും എനിക്കറിയില്ല അമ്മേ. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ എനിക്കൊരാഗ്രഹമുണ്ട്, അമ്മ അത് നിറവേറ്റി തരണമെന്ന്. ആ, നീ പറഞ്ഞിരുന്നു. അത് ഈ കാര്യമാണ്.
അമ്മ വേണം ഈ കാര്യം അച്ഛനോട് സംസാരിക്കാൻ. മോനെ കിച്ചു. ഇപ്പോൾ വേണ്ട, ഞാൻ അവളെ പറ്റി അന്വേഷിക്കട്ടെ, എന്നിട്ട് മതി. അല്ലാതെ മനസ്സിൽ കളങ്കവും കൊണ്ട് നടക്കുന്ന ആ മായ എനിക്ക് വേണ്ട. ദൈവമേ, എന്റെ കുട്ടി, ഇവൻ എന്തിനുള്ള പുറപ്പാടാണിത്? കിച്ചു, എന്താ നീ എന്താ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നോടൊന്നും സംസാരിക്കാതെ പോകുന്നത്? നീ ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നിന്നോട് സംസാരിക്കണമെന്നുണ്ടോ? എന്താ കിച്ചു, നിനക്ക് എപ്പോഴും എന്നോട് ഇങ്ങനെ ദേഷ്യം? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ? നീ എന്നെ ഒന്നും ചെയ്യണ്ട, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അതെനിക്ക് നിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ചോദിച്ചത്? നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നല്ലേ, പിന്നെ എന്താ നീ ഇങ്ങനെ? അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഞാനും തീരുമാനിക്കണം. നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ നീ അതിപ്പോൾ തന്നെ മനസ്സിൽ നിന്നും കളഞ്ഞു കള. കിച്ചു, ഞാൻ മതി, നീ ഒന്നും പറയണ്ട, എനിക്കിട്ടൊന്നും കേൾക്കുകയും വേണ്ട. നിന്നെ ഞാൻ എടുത്തോളാമടാ. നീ എന്നെ മതിയെന്നും പറഞ്ഞ് നീ എന്റെ കാൽ കീഴിൽ വീഴുമെടാ. അതിനുള്ള അവസരം ഞാൻ ഒരുക്കും. നീ സ്നേഹിക്കുന്ന പെണ്ണ് നിന്റെ കൺമുന്നിലുണ്ടായിട്ടും നിനക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അത്രയും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും എനിക്ക് ചെയ്യാൻ പറ്റും. നീയും നിന്റെ മകനും കൂടി ഒത്തു കളിക്കുന്നതാണ് ഇതൊക്കെ. അല്ല, ഞാൻ അവനോട് സംസാരിച്ചതാണ്. നീ എന്ത് പറഞ്ഞിട്ടും എന്താ വേണ്ടു? എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഈ വീട്ടിൽ മരുമകളായി വരുന്നത് ഈ മായ മാത്രമായിരിക്കും. പ്രബേട്ട, ഞാൻ അവനോട് കുറെ സംസാരിച്ചു. എവിടെ അവൻ? എനിക്ക് സംസാരിക്കണം അവനോട്. അവൻ ഇവിടെയില്ല, അവൻ പുറത്തുപോയി. അവൻ പറഞ്ഞ പെൺകുട്ടി ആരാണ്? അവനിക്ക് പോലും അറിയില്ല അവൾ ആരാണെന്ന്. പക്ഷേ എനിക്കറിയാം അവൾ ആരാണെന്ന്. ഊരും പേരും തിരിയാത്ത ഏതോ പെണ്ണിനു വേണ്ടി സ്വന്തം കുടുംബം കളയണ്ട എന്ന് നീ നിന്റെ മകനോട് പറഞ്ഞു കൊടുത്തേക്ക്. നീ ഒരുത്തി കാരണമാണ് അവനിങ്ങനെ വഷളായിപ്പോയത്. പ്രബേട്ട, അങ്ങനെയൊന്നും പറയല്ലേ. നമ്മുടെ മകൻ. ഏട്ടത്തി എന്താണ് ഈ പറയുന്നത്? ഏട്ടൻ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? അയ്യോ, എന്നാ പ്രശ്നം? ഏട്ടൻ നമ്മുടെ കുടുംബം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്? കണ്ട ദാരിദ്ര്യം പിടിച്ച പെണ്ണിനെയൊക്കെയാണ് ഈ വീട്ടിൽ കേട്ടിക്കൊണ്ടുവരേണ്ടത്. നീ എന്താ പറഞ്ഞത്? നിനക്കറിയാമോ അവളെ? അയ്യോ, എനിക്കറിയില്ല. അതെ ഏട്ടാ, അവൾക്ക് എങ്ങനെ അറിയാനാ? പിന്നെ നീ എന്താ പറഞ്ഞത്? കണ്ട ദാരിദ്ര്യം പിടിച്ച പെണ്ണ അവളെന്ന്. അത് പിന്നെ ഞാൻ അങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞതാ. പ്രബേട്ട, നമ്മുടെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. രക്ഷപ്പെട്ടു. നല്ലേ കാണാമായിരുന്നു. ശരിയാ അമ്മേ. ഞാൻ എന്റെ അച്ഛന് കൊടുത്ത വാക്കാണ്, അതെനിക്ക് പാലിക്കണം. അതെ, ഏട്ടൻ പറഞ്ഞ ശരിയാണ്. അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചതാണ് ഇത്ര വലിയ തെറ്റ്. അയ്യോ കവിതമ്മേ, ഈ പുത്തൻ പാലസിലുള്ളവർ ഇങ്ങനെ വഴക്കിടല്ലേ, അതെനിക്ക് സഹിക്കില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല ഇവിടെ ആരും. അതല്ല മേഡം, നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത് കൊണ്ട് പറഞ്ഞതാ. എന്ത് കാര്യത്തിനാണെങ്കിലും ഈ വീട്ടുകാർ ഇങ്ങനെ വഴക്കിടുന്നത് എനിക്ക് സഹിക്കില്ല. പ്രഭാവതി, നീ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ ഇവളെ ഈ വീട്ടിലെ ഒരു അംഗമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതല്ല ഏട്ടാ, മതി, നീ ഒന്നും പറയണ്ടേ. നിനക്ക് പണ്ടേ ഉള്ളതാ ഇവളോട് ഒരു എതിർപ്പ്. എന്താണ് അവൾ ചെയ്ത തെറ്റ്? അയ്യോ മേഡം, ഞാൻ കാരണം നിങ്ങൾ വീണ്ടും വഴക്കിടല്ലേ. അവൾ വെറുതെ നമ്മുടെ മുന്നിൽ നല്ല വില കവയുകയാണ്. അയ്യോ, അങ്ങനെയൊന്നും പറയണ്ട മേഡം. ഞാൻ മതി, നീ ഇനിയൊന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ വീട്ടിലെ കാര്യം, ഇത് ഞങ്ങൾ തീർത്തോളാം. മതി, എല്ലാവരും നിർത്ത്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം സ്നേഹം എന്ന അഭിപ്രായം പറഞ്ഞതല്ലോ, കിഷോറിന്റെ കാര്യമല്ലേ? കവിതേ, നീ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ കേട്ടോ. എത്രയും പെട്ടെന്ന് അവനും മായമായുള്ള മോതിരമാറ്റമെങ്കിലും നടത്തണം. ഇത് എന്റെ തീരുമാനമാണ്. അല്ല പ്രബേട്ട, അത് എന്താ? നിനക്ക് വല്ല എതിർപ്പുമുണ്ടോ? സ്നേഹ, നിന്റെ കളിക്കൂട്ടുകാരനല്ലേ അവൻ. നിനക്കവനോട് എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ? അതിനെന്തിനാ അവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. അതെ ഏട്ടാ, കണ്ട വേലക്കാരി പെണ്ണുങ്ങൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ. കിച്ചുവാ മറ്റും സ്നേഹയെ കണ്ടാൽ അമ്മേ, അതൊരിക്കലും നടക്കാൻ പാടില്ല. നീ പേടിക്കാതെ നിൽക്കൂ, അതൊരിക്കലും നടക്കില്ല. എന്താ എന്താ രണ്ടുപേരും എന്റെ രഹസ്യം പറച്ചൽ? ഏയ് ഒന്നുമില്ല ഏട്ടാ, ഇവള് പറയുകയായിരുന്നു കിഷോറിനെ ഇവൾ മാറ്റിയെടുത്തോളാമെന്ന്. അല്ലാതെ കണ്ട വേലക്കാരി പെണ്ണുങ്ങളൊന്നും അവനോട് സംസാരിക്കാൻ പോണ്ട. അതെ, അതാണ് നല്ലത്. ഞാൻ കിഷോറിനെ കണ്ടിട്ട് പോലുമില്ല. എന്ത് കണ്ടിട്ട് പോലുമില്ലെന്നോ? അതെന്താ? 10-18 കൊല്ലത്തിനു ശേഷം അവൻ നാട്ടിൽ വന്നിട്ട് രണ്ട് ശരീരവും ഒരു മനസ്സുമായി നടന്ന കൂട്ടുകാർ തമ്മിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെവിടുന്ന് അവൾക്ക് നേരം? അവൾക്ക് അടുക്കളയിലെ ജോലി തീർന്നിട്ട് വേണ്ടേ അവനോടൊന്ന് സംസാരിക്കാൻ? എന്നാലും നിന്റെ കളിക്കൂട്ടുകാരനെ നീ കണ്ടില്ലെന്നോ? അത് വല്ലാത്തൊരു മോശമായി പോയി. അതിനെന്താ കവിതാമ്മേ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ, ഇനിയും കാണാമല്ലോ. നീ കണ്ടത് തന്നെ പെണ്ണെ. ആ ഒരു പൂതി നിന്റെ മനസ്സിലിരിക്കുക മാത്രമേ ഉള്ളൂ. അങ്കിൾ ധൈര്യമായിരിക്കും. അതെ ഏട്ടാ, കിഷോർ എന്തായാലും നമ്മുടെ വാക്കിനെ എതിർക്കില്ല. എതിർക്കാതെ നിന്നാൽ അവനിക്ക് കൊള്ളാം കേട്ടോ. നീ നിന്റെ മകനോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്.
കരയുകയാണോ? മോളെ സ്നേഹേ, നീ കാണുന്നില്ലേ ഇവിടുത്തെ അവസ്ഥ? കവിതാമേ, എന്താണ് പ്രശ്നം? അത് പിന്നെ മായയും കിഷോറുമായുള്ള വിവാഹം നടത്താനാ പ്രവേട്ടൻ വന്നത്. ആണോ? അത് നല്ല കാര്യമല്ലേ, അതിനെന്തിനാ ഇങ്ങനെ പ്രശ്നമാവുന്നത്? അതല്ല മോളെ, കിഷോറിന് വേറൊരു പെണ്ണുമായി അടുപ്പമുണ്ട്. അവൻ അവളെ വിവാഹം കഴിക്കൂ എന്നാ പറയുന്നത്. അയ്യോ, ഏതാണ് ആ പെൺകുട്ടി? അറിയില്ല മോളെ, അവനിക്ക് പോലും അറിയില്ല അവൾ ഏതാണെന്ന്. കവിതാമ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ അവൻ അവന്റെ കോളേജിൽ നിന്നും ഏതോ ഒരു പെൺകുട്ടിയെ കണ്ടു. കണ്ട പാടെ അവൻ അവളെ ഇഷ്ടവുമായി. പക്ഷേ അവനിക്കറിയില്ല അവൾ എവിടെയുള്ളതാണെന്നോ പേരെന്താണെന്നോ എന്നൊന്നും. അവൻ പറയുന്നത് വിവാഹം കഴിക്കുന്നെങ്കിൽ അവളെ മാത്രമായിരിക്കുമെന്നാണ്. പ്രവേട്ടനാണെങ്കിൽ അവന് മായയുമായുള്ള വിവാഹമേ നടത്തൂ എന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. അയ്യോ, ഇത് വലിയ കുടുക്കായല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അറിയില്ല മോളെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന്. ഒരു ഭാഗത്ത് പ്രവേട്ടൻ, മറുഭാഗത്ത് കിഷോർ. ഇവരെ രണ്ടുപേരുടെയും നടുവിൽ പെടാപ്പാട് വിടുകയാണ് ഞാൻ. കവിതാമ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എല്ലാത്തിനും ദൈവം ഒരു പരിഹാരം കാണിച്ചു തരും. കവിതാമ സങ്കടപ്പെട്ടാൽ എനിക്ക് സഹിക്കില്ല. എടാ കിഷോർ, നീ ഏതോ ഒരു പെണ്ണിന് വേണ്ടി നീ നിന്റെ കുടുംബം കളയരുത്. ആകാശ്, നിനക്കെങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? എടാ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, എന്നാലും മതി. നീയും എന്നെ ഒറ്റപ്പെടുത്തുകയാണോ? അതല്ലടാ, എന്താ ഏതാ എന്നൊന്നും അറിയാതെ നീ അവളെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എടാ ആകാശ്, എനിക്ക് അവളില്ലാതെ പറ്റില്ല. വീട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം കളയണമെന്നാണോ നീ പറയുന്നത്? അതല്ലടാ, നിനക്ക് നിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് അവളെ തന്നെ വേണം. കിച്ചു, അവൾ ഏതാ എന്താ എന്നൊന്നും അറിയില്ല. അവൾ ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെങ്കിലോ? എനിക്ക് ഈ സ്വത്തിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് നിനക്കറിയില്ലേ? പിന്നെന്താ നീ എങ്ങനെ ചോദിക്കുന്നത്? മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച ഞാൻ നിന്റെ അടുത്ത് വന്നത്. ഇപ്പോൾ നീയും ഇങ്ങനെയാണോ പറയുന്നത്? അതല്ല കിച്ചു, ഞാൻ നിന്റെ അമ്മയുടെ കാര്യം ഓർത്തതാ. ആ പാവം നിന്റെയും നിന്റെ അച്ഛൻ്റെയും നടുവിൽ കിടന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സങ്കടപ്പെടുന്നുണ്ടാവും. അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആകാശ്, നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ? എടാ കിച്ചു, നിന്നെ എനിക്കറിയാം. നമുക്ക് എന്ത് വില കൊടുത്തും അവളെ കണ്ടുപിടിക്കാം. എടാ, നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാടാ എന്റെ ഭാഗ്യം. ഒന്ന് പോടാ അവിടുന്ന് സൂചിപ്പിക്കാതെ. അല്ലടാ, സത്യമാ ഞാൻ പറഞ്ഞത്. അമ്മേ, എനിക്കെന്തോ പേടിയാവുന്നു. എന്തിനി? എന്റെ മനസ്സ് പറയുന്നു ഈ വിവാഹം നടക്കില്ല എന്ന്. അത് നിനക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. മോളെ മായ, ഈ വിവാഹം നടക്കുകയും ചെയ്യും, നീ ഇവിടുത്തെ മരുമകളാവുകയും ചെയ്യും. നീ വെറുതെ ഓരോ നാലാഴ്ച നിന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട. അതല്ല അമ്മേ, കിഷോർ സ്നേഹയെ കണ്ടാൽ പിന്നെ... കണ്ടാലല്ലേ പ്രശ്നം? അവളെ കാണില്ലല്ലോ അവൻ. നീ വെറുതെ ഓരോ എഴുതാപ്പുറം വായിക്കേണ്ട. അവൾ അവന്റെ കളിക്കൂട്ടുകാരിയാണെന്ന് അറിയാനിട്ട് പോലും അവൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി അറിഞ്ഞാൽ... അമ്മേ, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മോളെ മായേ, അത് അവൻ അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അത് അവൻ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താൻ നോക്കണം. അതല്ലെങ്കിൽ ഒരു പേരിനുള്ള ചടങ്ങെങ്കിലും കഴിച്ചിരിക്കണം. അവളാണെങ്കിൽ ഓരോ ദിവസം കൂടുന്തോറും കവിതാമ്മയുടെ മനസ്സിൽ ഉയർന്നുയർന്നു വരികയാണ്. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കാൻ നോക്കിയിട്ട് അതും സാധിക്കുന്നില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ മോളെ. എനിക്കറിയില്ല അമ്മേ, ഒരിക്കലും ഇല്ലാത്തൊരു പതറലാണ് എന്റെ മനസ്സിപ്പോൾ പതറുന്നത്. കിഷോറിനെ എനിക്ക് കിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുന്നു ഞാൻ. നീ വിഷമിക്കേണ്ട മോളെ, കിഷോറിനെ നിനക്ക് തന്നെ കിട്ടും. ആ സ്നേഹയെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പറഞ്ഞേക്കാം. ഏട്ടൻ നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നിടത്തോളം കാലം നമുക്കൊന്നും പേടിക്കാനില്ല. ഏട്ടന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തണം. എന്നിട്ട് വേണം എനിക്കിവിടെ രാജ്ഞിയായി ജീവിക്കാൻ. എന്നിട്ട് വേണം രാജ്ഞിയുടെ മകളായി എനിക്കും. അല്ലമ്മേ, ആ അഞ്ജലിയുടെ കാര്യം എന്തായി? ഒന്നും അറിയില്ല മോളെ. നീ ആ സാധനം അവളുടെ സഞ്ചിയിൽ ഇട്ടിരുന്നോ? ആരുടെ? ആ സ്നേഹയുടെ. എന്തു പറ്റി? അത് പിന്നെ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. ഞാനൊന്ന് പോയി വന്നാലോ? അമ്പലത്തിലേക്കോ? കുറച്ചു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ. അതിനെന്താ കവിതാമ്മേ, ഇപ്പോഴും വരാലോ. അതല്ല മോളെ, പ്രവേട്ടനും എനിക്കും ഒന്ന് ഓഫീസ് വരെ പോകണം. നീ പോടെ, ഞാൻ നാളെ പോയിക്കോളാം. ശരി എന്നാൽ. അമ്മേ, അമ്മയോട് ആരാ സംസാരിച്ചത്? ഓ അതോ, അത് ശോഭയുടെ മകളാ. ആണോ? ഞാൻ അവളെ ഇന്നും കണ്ടില്ല. അവളെ വിളിക്കമ്മേ. ഓ, അവൾ അമ്പലത്തിൽ പോയി. അല്ല, നീ എവിടത്തേക്കാ? ഞാനും അമ്പലത്തിലേക്കാ. ആണോ? അവളും അമ്പലത്തിലേക്കാ പോയത്. നീ ഒരല്പം വൈകിപ്പോയി. കുറച്ചു നേരത്തെയാണെങ്കിൽ അവൾക്ക് നിന്റെ കൂടെ വരാമായിരുന്നു. അവളെ ഞാൻ കണ്ടിട്ട് കൂടിയുമില്ല, പിന്നെ അവൾ എന്റെ കൂടെ വരുന്നത്. ഈ അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതിനെന്താ, അവൾ നിന്റെ കൂടെ എത്ര കളിച്ചതാ.
25 കൊല്ലം മുന്നേയുള്ള കാര്യമാണോ അമ്മ ഇപ്പോൾ പറയുന്നത്? കൊല്ലം എത്ര പോയാലെന്താ? നീ കിഷോർ അവൾ സ്നേഹയും തന്നെയല്ലേ? ഈ അമ്മയോട് തർക്കിക്കാൻ ഞാനില്ല. ഞാനെന്നാ പോയി വരാം കേട്ടോ. ശരി എന്നാൽ. അല്ലമ്മേ, അച്ഛൻ എവിടെ? അച്ഛനിക്കും എനിക്കും ഒന്ന് ഓഫീസ് വരെ പോകണം. എന്നാ ശരി, ഞാൻ പോയി വരാം. ശരി എന്നാൽ. എടാ കിഷോർ, ഇനി എങ്ങോട്ടേക്കാ നമ്മൾ? എടാ, നമുക്കൊന്ന് കോളേജിൽ പോയി അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എത്ര ദിവസമായി കോളേജ് ഇല്ലാത്തത്? അതല്ലടാ, നമുക്കൊന്ന് ഓഫീസിൽ പോയി അന്വേഷിക്കാലോ അവൾ എന്തിനാ വന്നതെന്ന്. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ ഇന്ന് ഓഫീസ് തുറക്കുമോ? എടാ കിഷോർ, നീ അങ്ങോട്ട് നോക്ക്. എങ്ങോട്ടാ നോക്കേണ്ട ആകാശ്? എടാ, നീ അവിടെ നോക്ക്. എടാ ആകാശ്, ഇത് അവനല്ലേ അത്? അതെ, അന്ന് സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടത്. എടാ ആകാശ്, ഇതെന്താ സംഭവിച്ചത്? ഇതാടാ പറയുന്നത് ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്. ഇവനിക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ടല്ലേ. അങ്ങോട്ട് പോയി സംസാരിച്ചാലോ? എടാ കിഷോർ, നീ ചെല്ലടാ. നീ പോയി നിന്റെ കാര്യം പറ അവളോട്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും പറയും. ഇവനെ ഈ വേഷത്തിൽ എന്തായാലും കാണാൻ നല്ല ചേലുണ്ട്. ഹായ്, ഹലോ, അറിയാമോ? എടാ, അവൾ നിന്നോട് അറിയാമോ എന്ന് ചോദിക്കുന്ന. അറിയാം. അറിയാമെന്നോ? എങ്ങനെ അറിയാമെന്നാ പറഞ്ഞത്? അത് പിന്നെ അന്ന് ഞാൻ കോളേജിൽ നിന്നും കണ്ടില്ലേ. ഇവൻ ഏത് കോളേജിൽ നിന്നും കണ്ട കാര്യമാ പറഞ്ഞത്? ഇവനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ കണ്ടത്. അയ്യോടാ, നിന്റോട് ആള് മാറിപ്പോയി. ഞാൻ നിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാ കണ്ടത്, അല്ലാതെ കോളേജിൽ നിന്നല്ല. എനിക്ക് ആളൊന്നും മാറിയിട്ടില്ല. അത്ര പെട്ടെന്നൊന്നും നിന്നെ മാറിപ്പോവുകയും ഇല്ല. നിന്നെ ഞാൻ ആദ്യം കണ്ടത് കോളേജിൽ നിന്നാ, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കണ്ടു. കോളേജിൽ നിന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാനന്ന് ഓഫീസിൽ ചോദിച്ചു വന്നത് നിന്റെ മുന്നിലാ അല്ലേ? അതെ അതെ. അല്ല, ഇതാരാ നിന്റെ കൂടെയുള്ളത്? ഞാനോ? ഞാൻ ആകാശ്. ഞാൻ ഇവന്റെ ഫ്രണ്ടാ. അല്ല, പുള്ളിക്കാരന്റെ പേരെന്താ? ഇത് കിച്ചു. കൊള്ളാലോ, ഞങ്ങളുടെ വീട്ടിലും ഉണ്ടൊരു കിച്ചു. ആണോ? അല്ല, നിന്റെ പേരെന്താ? എന്റെ പേര് സ്നേഹ. എന്നാ ശരി, ഞാൻ പോട്ടെ. എടാ കിച്ചു, നീ അവളോട് കാര്യം പറ. കൂട്ടുകാരൻ എന്ത് കാര്യം പറയാനാ പറയുന്നത്? അത് പിന്നെ ഇവനിക്ക് നിന്നോട് എന്തോ തനിച്ച് സംസാരിക്കണം പോലും. എന്താടോ? എന്ത് കാര്യം? വാ, നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം. ശരി. അല്ല, നിനക്ക് എന്ത് കാര്യമാ പറയാനുള്ളത്? അത് പിന്നെ എന്താണെങ്കിലും പെട്ടെന്ന് പറഞ്ഞോളൂ. അത് പിന്നെ എനിക്ക് നിന്നെ ഞാനന്ന് കോളേജിൽ നിന്നും കണ്ടു എന്ന് പറഞ്ഞില്ലേ? പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതല്ലേ. നിനക്ക് എന്ത് കാര്യം എന്നോട് പറയാനുള്ളത്? അത് പറ. അത് പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ അന്ന് വന്നത് സാധനം വാങ്ങാനല്ല. നീ എന്തായി പറയുന്നത്? സാധനം മേടിക്കാൻ വന്നതല്ലെന്നോ? പിന്നെ നീ സൂപ്പർ മാർക്കറ്റ് കാണാൻ വന്നതാ? അത് പറയാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? അത് പിന്നെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ട്. ഇത് നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീ അത് തെളിച്ചു പറ. അത് ഞാൻ നിന്നെ കോളേജിൽ നിന്നും കണ്ടപ്പോൾ. നിന്റെ പേര് കിച്ചു എന്നല്ലേ പറഞ്ഞത്? അതെ. എടാ കിച്ചു, നീ കൊറേ നേരമായി കോളേജ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നു. എന്താ കാര്യം എന്നൊന്ന് തെളിച്ചു പറ. അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, അതാരാ കരഞ്ഞത്? ആ ഭാഗത്ത് നിന്നാണ് തോന്നുന്നത്. വാ, നമുക്കൊന്ന് ചെന്ന് നോക്കാം. അയ്യോ, ഞാൻ പറഞ്ഞത് അവൾ കേട്ടില്ല എന്നാ തോന്നുന്നത്. നല്ലൊരു അവസരമായിരുന്നു അന്നേരം ആ ബഹളം വന്നത്. എടാ കിഷോർ, എടാ നീ സംസാരിച്ചോ? അവിടുന്ന് എന്താടാ ഒരു ബഹളം കേട്ടത്? അതൊരു കുട്ടി വീണതാ. എന്നാൽ ഇപ്രാവശ്യം ആ കുട്ടി നശിപ്പിച്ചു. എന്തു പറ്റിയടാ? എടാ ആകാശ്, ഞാൻ എന്റെ ഇഷ്ടം അവളോട് പറഞ്ഞു. ആഹാ, എന്നിട്ട് എന്താവാൻ? ആ കുട്ടി വീണ കാരണം അവൾ അത് കേട്ടില്ല. കേട്ടില്ലെന്നോ? അതെ, ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവിടേക്ക് ഓടി. ഷെടാ, കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാരമില്ല, അവളുടെ പേര് സ്നേഹ എന്നറിഞ്ഞല്ലോ. അതുപോലെ നമുക്ക് വീട്ടുകാരെയും ദൈവം കാണിച്ചു തരും. അത് നീ പറഞ്ഞ ശരിയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ അവളെ ഇവിടെ നിന്നും കണ്ടത്. അതെ അതെ. വാടാ, നമുക്ക് പോകാം. അവൾ പോയി കാണും. ശരിയാ, അവൾ പോയി കാണും. ഞാൻ ആ കണ്ട ചെറുപ്പക്കാരൻ ആരായിരിക്കും? എന്താ എന്റെ മനസ്സിൽ നിന്നും അവൻ മായാത്തത്? എനിക്ക് സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അവനിക്ക് എന്തായിരിക്കും എന്നോട് പറയാനുള്ളത്? ദൈവമേ, 100 കൂട്ടം ചോദ്യം മനസ്സിൽ നിൽക്കുകയാണല്ലോ. എല്ലാം കൂടി അവന്റെ സൗന്ദര്യത്തിൽ ഞാൻ മയങ്ങിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ എത്രയെത്ര പുരുഷന്മാരെ കണ്ടു, പക്ഷെ അവരോടൊന്നും ഇല്ലാത്തൊരടുപ്പം. അതെന്താ എനിക്ക് ഇവനോട് തോന്നുന്നത്? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ.
അയ്യോ പാല്. ഇവളെന്നാ മുകളിൽ നോക്കി സ്വപ്നം കാണുന്നത്? സ്നേഹ, മോളെ സ്നേഹ, നീ എന്താ പകൽക്കിനാവ് കാണുകയാണോ? അയ്യോ അല്ല, കവിത കുറെ നേരമായി വന്നിട്ട്. ആ, ഞാൻ കുറച്ചു നേരമായി. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു കാണുമോ? നീ അങ്ങോട്ട് ഗ്യാസിലേക്കൊന്ന് നോക്ക്. പാല് പതച്ച് ഫുള്ള് തൂകി മറിഞ്ഞു. നീ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്ത് പകൽക്കിനാവാ കാണുന്നത്? അത് പിന്നെ മതി മതി, നീ അധികം വളച്ചൊടിക്കേണ്ട. ഓഫീസിൽ നിന്ന് വന്നപ്പോ നല്ല തലവേദന. നീ എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുക്ക്. കവിതാമ്മേ, ഞാൻ ഇപ്പൊ തരാം. ആ, ഞാൻ സോഫയിൽ കാണും. അയ്യേ, നാണക്കേടായിപ്പോയി. കവിതാമ്മ വല്ലതും ശ്രദ്ധിച്ചു കാണുമോ? ഇല്ലായിരിക്കും. നല്ല തലവേദന, തല പൊട്ടുന്നത് പോലെയുണ്ട്. എന്തു പറ്റി അമ്മക്കുട്ടി? നീ അമ്പലത്തിൽ നിന്നും വന്നോ? അമ്മയ്ക്ക് എന്തു പറ്റി? കണ്ണും മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അത് പിന്നെ നല്ല തലവേദന. തലവേദനയോ? ഇതെന്തു പറ്റി? അറിയില്ല മോനെ, ഓഫീസിൽ നിന്നും വന്നപ്പോഴേ തലവേദനയാവുന്നു. എന്നാ ഞാനൊരു കോഫി തരട്ടെ? വേണ്ട വേണ്ട, കോഫിക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിസിൻ ഒന്നുമില്ലേ? മെഡിസിൻ ഒന്നും വേണ്ട, നല്ല ചൂട് കോഫി കുടിച്ചാൽ തന്നെ മാറും. അല്ല, കോഫി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാത്തത് എന്താ? കിച്ചണിൽ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ആ, നീ ചെന്ന് നോക്ക്. അതാരാ പുറത്തു വന്നത്? അറിയില്ല അമ്മേ, ആരോ ബെല്ലടിക്കുന്നത് കേട്ടു. ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. എന്നാ പിന്നെ നീ ഒന്ന് ചെന്ന് നോക്ക്. കവിതാമ്മേ, ഇതാ കോഫി. ഇപ്പൊ കുറവുണ്ടോ തലവേദന? ഇല്ല മോളെ, ഞാൻ ഈ കോഫി ഒന്ന് കുടിച്ചു നോക്കട്ടെ. കോഫി ചൂടോടെ തന്നെ കുടിക്കൂ കവിതാമ്മേ, എന്നിട്ട് എവിടെ വിശ്രമിക്കൂ. എന്നാ പെട്ടെന്ന് സുഖമാവും. ആ മോളെ, ഞാൻ കുടിച്ചോളാം. കോഫിയും കൈമ പിടിച്ച് നിൽക്കുകയാണോ? മോനെ, ആരാ പുറത്തു വന്നത്? ഓ, അത് പത്രക്കാരനാ. ഇതെന്താ അമ്മ കോഫി കുടിക്കാത്തത്?